സീസൺ 7 വല്ലപ്പോഴും കൊടുക്കും. പിന്നെ 60 ദിവസം കഴിഞ്ഞിട്ട് ഡാൻസ് മാരത്തോണും അങ്ങനെയൊക്കെ തോന്നിയ പാടായിരുന്നല്ലോ കൊടുത്തോണ്ടിരുന്നത്. പക്ഷെ സീസൺ 5 വരെ നല്ല അടിപൊളി ടാസ്കുകളൊക്കെ കൊടുക്കുമായിരുന്നു. ഡേ ആൻഡ് നൈറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന കല്ലടിച്ചു മാറ്റാനുള്ള ടാസ്കുകൾ അല്ലേ, നല്ല രസമുള്ള ടാസ്കുകൾ, ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്ന ടാസ്കുകൾ. അത് വെച്ച് കമ്പയർ നോക്കുമ്പോൾ സീസൺ 7 ഒന്നുമേ ഇല്ല നമുക്ക് തോന്നിപ്പോ. വീട് വെച്ച് നമ്മുടെ മലയാളം ബിഗ് ബോസിന്റെ മേക്കേഴ്സ് പാപ്പരായതാണോ എന്ന് നമുക്ക് ഡൗട്ട് അടിക്കും. അടുത്ത് അപ്പൊ അതുകൊണ്ട് വീക്കിലി ടാസ്കിലാണ് ബിഗ് ബോസ് ഇരിക്കുന്നത്. ഒരു ആഴ്ചയിലെ ആ ഒരു വീക്കിൽ നടക്കുന്ന ടാസ്കുകളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് സാധനമാണ് ചൊവ്വയും ബുധനും നടക്കുന്ന വീക്കിലി ടാസ്ക്. അത് കയ്യിൽ നിന്ന് പോയാൽ പിന്നെ ആ ആഴ്ചയിൽ അവർ തന്നെ അടിയുണ്ടാക്കിയാലേ പരിപാടി നടക്കത്തുള്ളൂ. അടുത്ത് കൺസെപ്റ്റ്, തീം, ഈ ഗ്രൂപ്പ് തിരി പരിപാടികൾ ഇതൊന്നും ഇല്ലാതെ നമ്മുടെ നോർമൽ ക്ലാസിക് ബിഗ് ബോസ് കൊണ്ടുവരിക. സീസൺ 1, 2, 3, 4 നമുക്കൊന്നുമേ വേണ്ട, ഈ സാധനം കൊണ്ടുവരിക. ഇനി അടുത്ത് ഒരു പ്രധാനപ്പെട്ട സാധനമാണ്, ഓരോ കണ്ടസ്റ്റൻസിന്റെയും ഒരു ക്യാരക്ടർ, അവരുടെ ഒരു പേഴ്സണാലിറ്റി ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ അവരുടെ കുറച്ച് ഐഡിയോളജീസ് ഉണ്ടാവുമല്ലോ. ഈ ഐഡിയോളജീസിന് ഓപ്പോസിറ്റ് നിൽക്കുന്നതും അതുപോലെ തന്നെ ഈ ഐഡിയോളജീസിനെ എതിർത്ത് സംസാരിക്കാൻ കഴിവുള്ളതും അത് എന്ത് കാരണവശാലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള കണ്ടസ്റ്റൻസിനെ വേണം കൊണ്ടുവരാൻ. ഉദാഹരണത്തിന് ഞാനിപ്പോ ഒരു LGBTQ സപ്പോർട്ടറാണ്, ഞാനൊരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ LGBTQനെ സപ്പോർട്ട് ചെയ്യാത്ത ഒരാൾ ഓപ്പോസിറ്റ് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ കോണ്ടന്റ് ഉണ്ടാവുകയുള്ളൂ. ഒരു ഫെമിനിസ്റ്റ് ബിഗ് ബോസ് വീടിനകത്തേക്ക് അവർ എൻട്രി കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു മെയിൽ ഷോവനിസ്റ്റിനും കൂടി എൻട്രി കൊടുക്കുക. ഒരു മോഡേൺ ചിന്താഗതി ഉള്ള ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ ഒരു നാട്ടിൻ പുറം ചിന്താഗതിയുള്ള ഒരു കുലസ്ത്രീ മൈൻഡുള്ള അല്ലെങ്കിൽ ഒരു കുലപുരുഷൻ മൈൻഡുള്ള ഒരാളെ കൂടി അവിടെ കൊണ്ടുവരിക. കുടുംബ ജീവിതമേ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ മാരേജേ തെറ്റാണെന്ന് വാദിക്കുന്ന ഒരാൾ അവിടെ കൊണ്ടുവരിക. മാരീഡ് ലൈഫാണ് ഏറ്റവും സുഖകരം എന്ന് പറയുന്നിടത്ത് അല്ല, ലിവിങ് ടുഗദർ ഈസ് ഫാർ ഫാർ ബെറ്റർ എന്ന് പറയുന്ന ഒരാൾ അവിടെ കൊണ്ടുവരിക. വർഗീയവാദി, വർഗീയം, മതഭ്രാന്ത് കൊണ്ട് നടക്കുന്ന ഒരാളുടെ ഇടയിൽ മതേതരത്വം കാണിക്കുന്ന ഒരാൾ അവിടെ കൊണ്ടുവരിക. സീരിയലുകളെ പുച്ഛിച്ച് തള്ളുന്ന, സീരിയലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്തടിപ്പിക്കുന്ന ഒരു സാധനമാണെന്നും ലോകത്തിനെ നശിപ്പിക്കുന്ന ഒന്നാണെന്നും വാദിക്കുന്നവർക്കെതിരായി സീരിയൽ ആർട്ടിസ്റ്റുകളെ തന്നെ കൊണ്ടുവരിക. റിയാലിറ്റിയിൽ നിൽക്കുന്ന, കരയുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു റിയാലിറ്റി പേഴ്സണോട് ഉള്ളതുപോലെ തന്നെ ഡ്രാമ കിങ്സിനെയും ഡ്രാമ ക്വീൻസിനെയും ഡ്രാമാറ്റിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിനെ കൊണ്ടുവരിക. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കത്തിയോ? അപ്പോ ഓപ്പോസിറ്റ് നിൽക്കുന്ന, ഇപ്പൊ ഞാൻ കരഞ്ഞു കഴിഞ്ഞാലും അതിനെ വന്നിട്ട് എടാ ഡ്രാമയാണ് എന്ന് പറയാനും, ഞാൻ LGBTQനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇല്ല പറ്റില്ല, ഞാൻ ഫെമിനിസ്റ്റ് ആണെങ്കിൽ നീ മെയിൽ ഷോവനിസ്റ്റ് ആണ്, ഞാൻ മോഡേൺ ചിന്താഗതി ആണെങ്കിൽ ഇല്ല, ഞാൻ നാട്ടിൻ പുറം ചിന്താഗതി, എനിക്ക് കുടുംബജീവിതം വേണമെങ്കിൽ മാരേജ് തെറ്റാണെന്നും, എനിക്ക് ലിവിങ് ടുഗദറാണ് ഇഷ്ടമെങ്കിൽ മാരീഡ് ലൈഫാണ് അടിപൊളി എന്നും, ഞാൻ വർഗീയവാദിയാണെങ്കിൽ മതേതരത്വം കാണിക്കുന്ന ആളും, ഞാൻ സീരിയൽ ഹേറ്റേഴ്സ് ആണെങ്കിൽ നമ്മുടെ വർക്കിനെ അപമാനിക്കരുതെന്ന് പറയുന്ന ആളും, ഞാൻ ഡ്രാമാറ്റിക്കലാണെങ്കിൽ റിയാലിറ്റി കാണിക്കുന്ന ആളും അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ബിഗ് ബോസ് എക്സിസ്റ്റൻസ് ഉള്ളൂ മക്കളെ. ഇതാണ് ഇപ്പൊ കുറെ നാളായിട്ട് ഇല്ലാത്തത്. ഇതാണ് അവിടെ ഇല്ലാത്ത സാധനം. എല്ലാരും കൂടി ഒരേ ചിന്താഗതി, അങ്ങിരിക്കും, ഒരറ്റത്ത് പോയി ഇരിക്കും. എനിക്കുണ്ടല്ലോ മറ്റത്, എനിക്കും അത് തന്നെ, എനിക്കും അത് തന്നെ, അയ്യോ എനിക്ക് അങ്ങനെ തന്നെ. അപ്പം അങ്ങനെയുള്ള സാധനം വരുമ്പോ ഈ സാധനം ഓടത്തില്ല. മറ്റത് ഞാൻ പറഞ്ഞ എനിക്ക് മറ്റേതാണ് അടിപൊളി, അപ്പൊ അതെന്തോന്ന് വർത്താനം, അതെങ്ങനെ ശരിയാവും എന്ന് ചോദിക്കുന്നിടത്ത് മാത്രമേ കോണ്ടൻസ് ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കണ്ടസ്റ്റൻസിനെ അവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സാധനം സൂപ്പർ ആവും. ഇനി അടുത്തത് ഇൻട്രസ്റ്റിംഗ് തിങ്സ് കൊണ്ടുവരിക. അതായത് എന്റർടൈൻമെന്റ് ആണ് നമ്മൾ ബിഗ് ബോസ് കാണുന്നതിന്റെ ഒരു, നമ്മുടെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് എന്താണ്? എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ്. ഈ എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഫാക്ടറിനകത്ത് എന്താണ് എന്റർടൈൻമെന്റ് ആക്ച്വലി? നമ്മൾ ഇന്നൊരു സീരിയലോ സിനിമയോ എന്തോ ആവട്ടെ, നമ്മൾ അത് കണ്ട് പകുതിക്ക് വെച്ചാല്, അല്ലെങ്കിൽ അത് മുഴുവൻ ഒരു സീരിയൽ എപ്പിസോഡ് ആണെങ്കിൽ ഇന്ന് കണ്ടിട്ട് നാളെ നമ്മൾ കാണണമെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരു എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ അതിനൊരു ക്യൂരിയോസിറ്റി, ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ തോന്നണം. ദാറ്റ്സ് ആക്ച്വലി എന്റർടൈൻമെന്റ് അല്ലേ? അപ്പൊ തൊട്ടടുത്ത ദിവസം നമുക്കത് കാണണമെന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ആ ഷോയിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവണം. ദാറ്റ് ഈസ് എന്റർടൈൻമെന്റ്. ഇതിന്റെ ബാക്കി എന്താണെന്ന് അറിയാനുള്ള ഒരു ത്വര ഉണ്ടാവണം. ദാറ്റ് ഈസ് എന്റർടൈൻമെന്റ്. അപ്പൊ അത് കിട്ടണമെങ്കിൽ ആ ലെവലിലുള്ള ഇൻട്രസ്റ്റിംഗ് തിങ്സ് കൊണ്ടുവന്നിട്ട് വേണം എന്ത് ചെയ്യാൻ, ബിഗ് ബോസ് ചെയ്യാൻ. ഇന്നത്തെ ദിവസം കാണാൻ നോക്കി, നീ നാളെ എന്താവൂടെ, ഇന്ന് സൺഡേ കഴിവിന് നാളെ ആരെയൊക്കെ നോമിനേറ്റ് ചെയ്യുവടെ എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവണം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വേണം കൊണ്ടുവരാനായിട്ട്. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ്, സീസൺ 1 ഉണ്ടായിരുന്നത് പോലെ ക്യാപ്റ്റൻസിന് സ്പെഷ്യൽ പവേഴ്സ്, ഡയറക്ടർ ഒരാളെ സേവ് ചെയ്യാം, ഡയറക്ടർ ഒരാളെ നോമിനേഷനിലോട്ട് ഇടാം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സീസൺ 1 ശേഷം പിന്നെ വല്ലപ്പോഴും ഒക്കെ അതൊക്കെ കൊടുത്തിട്ടുള്ളൂ. വല്ലപ്പോഴും സീസൺ 1 മിക്കാഴ്ചയും അതൊക്കെ ഉണ്ടായിരുന്നു. 7-8 വോട്ട് കിട്ടിയിരിക്കുന്ന ആൾക്കാരെ വരെ പിടിച്ച് ക്യാപ്റ്റനൊക്കെ, എനിക്കൊന്ന് ശ്രീനിഷൊക്കെ രഞ്ജനിയൊക്കെ ഒരു തവണ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ നോക്കിയിരിക്കും, വമ്പൻ ട്വിസ്റ്റ് ഒക്കെ സംഭവിക്കും. അതുപോലെ ഇനി അടുത്ത അവസാനത്തെ പോയിന്റ് എനിക്ക് പറയാനുള്ളത്,
പ്രോപ്പർ ട്വിസ്റ്റുകൾ കൊണ്ടുവരിക. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് കുറെ സാധനങ്ങൾ എന്ത് ചെയ്യുക, ട്വിസ്റ്റ് ആയിട്ട് കൊണ്ടുവരിക. പ്രധാനപ്പെട്ട സാധനം റീ എൻട്രി ആണ്. ഈ മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ ഒറ്റത്തവണ മാത്രമേ റീ എൻട്രി കൊടുത്തിട്ടുള്ളൂ രമ്യ പണിക്കറിന്. സിജോയ്ക്ക് റീ എൻട്രി കൊടുത്തത് സിജോയ്ക്ക് വയ്യാതിരുന്നതാണ്. അപ്പൊ എന്തായാലും അത് കൊടുത്തല്ലേ പറ്റത്തുള്ളൂ, അവരുടെ ഷോക്കകത്ത് നടന്ന ഇൻസിഡന്റ് ആണ്. അപ്പൊ അതേപോലെ ഒരു റീ എൻട്രി, പ്രോപ്പർ റീ എൻട്രി, രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ആഴ്ച അല്ലെങ്കിൽ നാലാമത്തെ ആഴ്ച ഔട്ട് ആവുന്ന ഒരാളെ 50th ഡേയിൽ അല്ലെങ്കിൽ 55th ഡേയിൽ കയറ്റി വിടുന്നത്, അത് വീട് കത്തിക്കാൻ കഴിവുള്ള ഒരാളെ കയറ്റി വിടുക. അവർ ആ ഷോക്കകത്ത് നിന്നപ്പോ എങ്ങനെയാണ്, ആ ഷോയിൽ വരുന്നതിന് മുന്നേ അവർ കരുതിയിരുന്ന ഒരു സാധനമുണ്ട്, വന്നപ്പോൾ നടന്ന ഒരു സംഭവമുണ്ട്, ഇപ്പൊ ഔട്ടായപ്പോ അവർ കരുതിയിരിക്കുന്ന ഒരു സാധനമുണ്ട്. അപ്പൊ വീണ്ടും വരുമ്പോ എന്താണ് അവരവിടെ ചെയ്യാൻ പോകുന്നതെന്നുള്ള ഒരു സാധനം അവിടെ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഇത് അവർക്ക് അവിടെ പറ്റും. അപ്പോഴ് അതിന് കെൽപ്പുള്ള കണ്ടസ്റ്റൻസിന് റീ എൻട്രി കൊടുത്ത് കൊണ്ടുവരുന്നത് ഒരു ബെസ്റ്റ് ഐഡിയ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ ഐഡിയോളജീസ് എനിക്കറിയില്ല, നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. അടുത്തത് ഈ 28ാമത്തെ ദിവസം, ഇപ്പൊ നമ്മൾ കുറെ നാളായിട്ട് കണ്ടോണ്ടിരിക്കുകയാണ്, 28ാമത്തെ ദിവസം ഉണ്ട് വൈൽഡ് കാർഡുകളെ മുഴുവൻ വീട്ടിനകത്തോട്ട് കയറ്റി വിടും. അപ്പൊ മനസ്സിലാവും ഇനിയിപ്പോ ആരും വരാനില്ല, തീർന്നു. ഇനിയിപ്പോ നമുക്ക് എന്താ ലെവലിൽ വേണമെങ്കിലും ഗെയിം കളിക്കാന്നുള്ളത് ഇപ്പൊ തമിഴ് ബിഗ് ബോസ് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു സ്ഥിരം സ്ട്രാറ്റജിയാണ് 28ാമത്തെ ദിവസം. സീസൺ 7ഉം 8ഉം 9ഉം ഒക്കെ 28ാമത്തെ ദിവസം. ഇപ്പൊ എല്ലാവർക്കും അറിയാം, ഈ മലയാള സീസണിൽ പോകാനിരിക്കുന്ന ആൾക്കാർക്ക് പോലും മനസ്സിലാവും എന്താണ് 28ാമത്തെ ദിവസം ആരൊക്കെയോ കയറി വരും. അപ്പൊ ആ ചിന്ത മാറ്റി കൊടുക്കുക. എന്താണോ കണ്ടസ്റ്റൻസ് പ്രതീക്ഷിച്ചിരിക്കുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് കളിക്കുക. പണ്ടത്തെ നമ്മുടെ സീസൺ 4 വരേക്കും അല്ലെങ്കിൽ 5 വരേക്കും ഉണ്ടായിരുന്ന പോലെ തന്നെ തോന്നിയ പോലെ വൈൽഡ് കാർഡ്സിനെ കയറ്റി വിട്ടാൽ എന്ത് പറ്റും? ഒന്നും പറ്റത്തില്ലല്ലോ, പ്രശ്നമൊന്നും വരത്തില്ല. 2ാമത്തെ ആഴ്ച ഒരാളെ, 4ാമത്തെ ആഴ്ച ഒരാളെ, അല്ലെങ്കിൽ 8ാമത്തെ ആഴ്ച ഒരാളെ, അങ്ങനെയൊക്കെ അവർക്ക് 7ാമത്തെ ആഴ്ച ഒരാൾ, അങ്ങനെയൊക്കെ അവർക്ക് കയറ്റി വിടാമല്ലോ. ഇടയ്ക്ക് അവർക്ക് 5ഓ 6ഓ 10ഓ കയറ്റി വിടട്ടെ. അത് ഒരുമിച്ച് കയറ്റി വിടുമ്പോഴാണ് പ്രശ്നമാവുന്നത്. നമുക്ക് ഒന്നാമത് എല്ലാവരെയും കൂടെ ശ്രദ്ധിക്കാനും പറ്റത്തില്ല. രണ്ടാമത് ഓരോരുത്തരും വന്നവിടെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഒരു വൈൽഡ് കാർഡ് വരുന്നു, 2ാമത്തെ ആഴ്ച വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു, അവരെ തിരിയുമ്പോഴത്തേക്ക് അടുത്ത് 3ാമത്തെ ആഴ്ച വേറൊരാൾ വരുന്നു, 3ാമത്തെ ആഴ്ച വരുന്ന ആള് 2ാമത്തെ വൈൽഡ് കാർഡിനെതിരെ കളിക്കുന്നു. അപ്പം അത് കാണാൻ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് എല്ലാവരും കൂടെ ഒത്തില്ല. ഈ പ്രളയം വന്നാണ് അടിച്ചു വിട്ട് കഴിഞ്ഞാൽ ഇത് അഞ്ച് ഭാഗത്ത് പിരിഞ്ഞും പോകും, കണ്ടന്റ് ഉണ്ടാക്കൂല. വന്നവരെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ് ആവും. ഗ്രൂപ്പ് കാണാനാണോ നമ്മളിരിക്കുന്നത്? അല്ലല്ലോ. അപ്പം ആ സാധനം ഒന്ന് മാറ്റി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. സെപ്പറേറ്റ് കയറ്റി വിടുക. ഇത്രയാണ് എനിക്ക് നിലവിൽ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഐഡിയാസ്. ഇത് ബിഗ് ബോസിന്റെ മേക്കേഴ്സ് കാണുകയാണെങ്കിൽ ഈ വീഡിയോ ഒരിക്കൽ കൂടി കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്താൻ തോന്നുകയാണെങ്കിൽ മാറ്റം വരുത്തുക. ഈ വീഡിയോ ഞാൻ ഇപ്പോൾ ഇട്ടേന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോ ബിഗ് ബോസിന്റെ പരിപാടീസ് ഒക്കെ ഉടനെ തുടങ്ങുമെന്ന് അറിയുന്നു, ഓഡീഷനൊക്കെ ഉടനെ. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കണ്ടസ്റ്റന്റ് ലിസ്റ്റിനെ ഓരോരുത്തരെയും പ്രയോറിറ്റൈസ് ചെയ്ത് ഓഡീഷൻ ചെയ്യുക. അതിനനുസരിച്ചിട്ട് ആൾക്കാരെ അകത്ത് കയറ്റുക എന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ. ഞാൻ വലിയ ആളല്ല, ഒരു മറ്റവനും മറിച്ചവനുമല്ല. റിവ്യൂ ചെയ്യുന്ന ഒരു സാധാ പ്രേക്ഷകനാണ് ഞാൻ. ഹിന്ദിയും തമിഴും മലയാളം ഒക്കെ കണ്ട് എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് ഞാൻ കണ്ടത് വെച്ച് പറയുകയാണ്. ഓപ്പോസിറ്റ് എന്താ പറയാ ഐഡിയോളജീസ് ഉള്ളവരെ ഷോക്കകത്തേക്ക് കൊണ്ടുവരിക, എന്നാൽ മാത്രമേ കാര്യമുള്ളൂ. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താണ് മക്കളെ പറയാനുള്ളത്? മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. നിങ്ങളുടെ ബിഗ് ബോസ് ആണെന്ന് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്റെ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഹൈപ്പ് ചെയ്യണം. ഹൈപ്പ് ചെയ്താൽ മാത്രമേ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ മേക്കേഴ്സിന്റെ കയ്യിലൊക്കെ ഷെയർ ചെയ്ത് എടുക്കത്തുള്ളൂ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസ് സീസൺ 8 സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ ആവും. 1ഉം 4ഉം ഒക്കെ പോലെ തന്നെ നമുക്ക് അടുത്തൊരു സൂപ്പർ സാധനം കാണാൻ പറ്റും. എന്നും നമ്മുടെ മൈൻഡിൽ ഇരിക്കുന്ന ഒരു സീസൺ കൂടി നമ്മുടെ ഓർമ്മയിലത്തേക്കായിട്ട് കിട്ടും. അത്രേ ഉള്ളൂ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ.